ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. കുറേ നാളുകളായിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ചോദിക്കുന്ന ഒരു കാര്യമാണ് തീരദേശപാതയുമായി ബന്ധപ്പെട്ട് അഴീക്കോട് മുനമ്പം പാലത്തിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്തായി എന്നുള്ളത്. നല്ല വേഗതയിൽ തന്നെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അഴീക്കോട് ഭാഗത്തുള്ള പണികളെല്ലാം പൂർത്തിയായി ഇപ്പം മുനമ്പം ഭാഗത്താണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വന്നിരിക്കുന്നത് മുനമ്പം ഭാഗത്താട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം മുനമ്പം വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തക്കുന്നം ഭാഗത്തു നിന്നാണ് നേരെ ഞാൻ മുനമ്പം ഭാഗത്ത് വന്നത്. അതുപോലെ തന്നെ അഴീക്കോട് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം നേരെ ഞാൻ പറവൂർ ബൈപ്പാസിൻ്റെ വീട് എടുക്കാണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ മുത്തക്കുന്നം വന്നു. മുത്തക്കുന്നം നേരെ ഞാൻ മുനമ്പം വന്നു. അപ്പോൾ ഈ മുനമ്പം ഭാഗത്തുള്ള വർക്കാണ് മെയിനായിട്ട് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതാണ് മുനമ്പം ഹാർബർ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അഴീക്കോട് ഭാഗത്തുനിന്ന് മുനമ്പം വന്നത് അവിടുന്ന് ബോട്ട് ഉണ്ടായിരുന്നു. പണ്ട് ഇവിടുന്ന് ഒരു ജങ്കാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയതിന് ശേഷം ജങ്കാർ നിർത്തി. പിന്നെ കുറെ കാലം ബോട്ട് സർവീസ് ഉണ്ടായിരുന്നില്ല. പിന്നീട് രണ്ടാമതും ബോട്ട് സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ തുടക്കഘട്ടങ്ങൾ നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? അതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് അന്ന് അഴീക്കോട് ഭാഗത്തായിരുന്നു. അന്ന് അവിടെയൊക്കെ മണ്ണ് മാറ്റി തുടങ്ങിയിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിഷാദ് പടിഞ്ഞാറ്റുമുറ എന്ന യൂട്യൂബ് ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് എടുക്കുക. അതിൽ അഴീക്കോട് മുനമ്പം ബ്രിഡ്ജ് എന്നുണ്ടാവും. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ആദ്യം തുടക്കഘട്ടം മുതലുള്ള ഇതുവരെയുള്ള വർക്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല മാറ്റം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. 2023 ഇതിന്റെ വർക്ക് ആരംഭിച്ചിരിക്കുന്നത് അഴീക്കോട് ഭാഗത്തുനിന്ന്. ഇപ്പം നമ്മളെ മറുകരയായ മുനമ്പം ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു പാലം തന്നെയാണ്. എറണാകുളം ജില്ലയും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് അഴീക്കോട് മുനമ്പം പാലം. തീരദേശപാതയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിന്റെ നിർമ്മാണം നടക്കുന്നത്. സെഗ്മെന്റൽ ബോക്സ് ഗാർഡർ ഉപയോഗിച്ചിട്ടാണ് ഈ പാലം നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം മുനമ്പം ഭാഗത്ത് ഏകദേശം തൂണുകളുടെ ഒക്കെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ മുകൾ ഭാഗത്ത് ഗാർഡറുകൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ മുകളിൽ തന്നെ ഫുള്ളായിട്ട് കോൺക്രീറ്റ് കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി അപ്രോച്ച് റോഡിന്റെ വർക്ക് നടക്കാനുണ്ട്. അപ്പം ഇതാണ് മുനമ്പം ഭാഗം. നോക്കി നിങ്ങൾ ബസ്സുകളൊക്കെ ഇവിടെ വരെ വരുന്നുണ്ട്. ഇവിടുന്ന് പിന്നീട് കുറച്ച് ദൂരം മാത്രമുള്ളൂ ഈ പാലത്തേക്ക്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡ് നിലവിലുള്ള റോഡ് തന്നെയാണ്. അത് കുറച്ചുകൂടി ഒന്ന് വീതി കൂട്ടിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി സൗകര്യമായിരിക്കും കേട്ടോ. ഭാവിയിൽ മാറ്റം വരും എന്ന് നമുക്ക് കരുതാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2023 ജൂണിലാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പം ഏകദേശം 3 വർഷമായി. 3 വർഷം കൊണ്ട് ഇവിടം വരെ വർക്ക് എത്തിയിട്ടോ. കാരണം അത്രയും റിസ്ക് പിടിച്ചൊരു വർക്ക് തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിയറിന്റെ മുകളിൽ സാധാരണ കണ്ടിരിക്കുന്നത് പ്രീകാസ്റ്റ് ചെയ്ത ഗാർഡർ അല്ലെങ്കിൽ സ്റ്റീൽ ഗാർഡറുകൾ കൊണ്ട് ഇങ്ങനെ ലോഞ്ച് ചെയ്യണമാണ്. പക്ഷെ ഇങ്ങനെയല്ല. ഇത് സെഗ്മെന്റൽ ബോക്സ് ഗാർഡർ ആണ്. അത് നിങ്ങൾക്ക് ഇതിന് മുൻപത്തെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് സെഗ്മെന്റൽ ബോക്സ് ഗാർഡർ വന്നിരിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ചെറുതായിട്ട് ഒരു ലോഞ്ചിങ് നടക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 തൂണുകളുടെ മുകൾ ഭാഗത്താണ് മെയിൻ ആയിട്ട് ഇനി വെക്കാനുള്ളത്. ബാക്കിയുള്ള 2 തൂണിന്റെ മുകൾ ഭാഗത്ത് ബോക്സ് ഗാർഡർ ലോഞ്ചിങ് നടക്കുന്നുമുണ്ട്. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇതുപോലുള്ളൊരു സെഗ്മെന്റൽ ബോക്സ് ഗാർഡർ കൊണ്ട് ഒരു പാലം നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ ബോക്സ് ഗാർഡർ കൊണ്ട് നിർമ്മിച്ചൊരു വേറൊരു പാലം കൂടി ഉണ്ട്. നമ്മളെ കാസർഗോഡ് ജില്ലയിലെ ഒറ്റത്തൂണിലെ 6 വരി പാലം ദേശീയപാത 66 ബന്ധപ്പെട്ടിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെറായി ഭാഗത്ത് ഇതേമാതിരി ബോക്സ് ഗാർഡർ കൊണ്ട് ചെറിയൊരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ സെഗ്മെന്റൽ ബോക്സ് ഗാർഡർ കൊണ്ട് നിർമ്മിച്ചൊരു പാലം ഞാൻ കാണുന്ന ആദ്യമായിട്ട് കോയമ്പത്തൂർ അവിനാശി റോഡിലാണ്. അത് ഒറ്റത്തൂണിലെ 4 വരി പാലമാണ്. അത് നിർമ്മിച്ചിരിക്കുന്നത് KNRCയിലുമാണ്. അഴീക്കോട് മുനമ്പം പാലം നിർമ്മിക്കുന്നത് ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ട് KRFBന്റെ മേൽനോട്ടത്തിലാണ് വർക്ക് നടക്കുന്നത്. 164 കോടിയാണ് കിഫ്ബി ഫണ്ട്. 1123.35 മീറ്ററാണ് ടോട്ടലായിട്ട് അഴീക്കോട് മുനമ്പം പാലം വരുന്നത്. അതിൽ 900 മീറ്റർ മാത്രമേ പാലത്തിന് നീളമുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ 15.70 മീറ്ററാണ് പാലത്തിന്റെ വീതി. 2 ഭാഗത്തുമായിട്ട് 1.5 മീറ്റർ വീതിയിൽ നടപ്പാത ഉണ്ട്. പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലത്തിൽ സൈക്കിൾ ട്രാക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിനു മുന്നേ മലപ്പുറം ജില്ലയിലെ പടിഞ്ഞാറേക്കര ഭാഗത്തുള്ള തീരദേശപാതയുടെ വർക്ക് കണ്ടിട്ടുണ്ടാകും. അവിടെയൊക്കെ റോഡിന്റെ സൈഡിലായിട്ട് സൈക്കിൾ ട്രാക്ക് ഉണ്ട്. അതൊക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അപ്പം വിനോദസഞ്ചാര മേഖലയ്ക്കും ഇതൊരു ഉണർവേകുന്നതാണ്. അതുകൂടാതെ നമ്മൾ ഈ മുനമ്പം ഹാർബർ എന്നൊക്കെ ഉള്ള മീനുകൾ മലബാർ മേഖലയ്ക്ക് എത്രയും വേഗം ഈ പാലം മുഖാന്തരം കൊണ്ടുപോകാൻ സാധിക്കുന്നതുമാണ്. പിന്നെ അറബിക്കടലിനോട് ചേർന്നിട്ടാണ് തീരദേശപാത കടന്നു പോകുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. അഴീക്കോട് മുനമ്പം നിവാസികളുടെ ഏറെ കാലത്തെ ഒരു ആഗ്രഹമാണ് ഒരു പാലം എന്നുള്ളത്. അതിങ്ങനെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ഭാഗത്തെ വർക്ക് മാത്രമേ പൂർത്തീകരിക്കാനുള്ളൂ. ഏകദേശം 2026 അവസാനത്തോടു കൂടി നമുക്കത് തുറക്കുമെന്ന് കരുതാം. നോക്കി നിങ്ങൾ ഇപ്പോൾ ഏകദേശം 4 തൂണുകളാണ് കംപ്ലീറ്റ് ആക്കാനുള്ളത്. അതിൽ 2 തൂണുകളുടെ മുകൾ ഭാഗത്ത് ഗാൻഡ്രി ക്രെയിൻ എത്തിയിട്ടുണ്ട്. ഇനി 2 തൂണുകളുടെ മുകൾ ഭാഗത്തൂടെ അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ മറുകരയായ മുനമ്പത്ത് നമ്മളെ അഴീക്കോട് നിന്നും തുടങ്ങുന്ന അഴീക്കോട് മുനമ്പം പാലം മുട്ടുന്നതായിരിക്കും. പെരിയാറിന് കുറിയാണ് ഈ പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പാലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലത്തിന്റെ സെൻട്രൽ ഭാഗം ഇൻലൻഡ് നാവിഗേഷൻ പ്രകാരം കുറച്ച് ഹൈറ്റ് കൂടുതലും. കാരണം വെച്ചാൽ ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഇവിടെ അങ്ങനെ അടിഭാഗത്ത് ഇങ്ങനെ ഓരോ ബോട്ട് ഇടണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പണി നടക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ കൂടെ ബോട്ടുകൾ കടന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പർ സൈഡിൽ കൂടെ ബോട്ടുകൾ കടന്നു പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനെ കുറച്ചപ്പുറത്ത് തന്നെയാണ് ഇവിടെ നോക്കിയാൽ ഏകദേശം കാണാൻ പറ്റും നമ്മുടെ കോട്ടപ്പുറം പാലം, പിന്നെ VP തുരുത്ത്, പിന്നെ മുത്തക്കുന്നം പാലം കേട്ടോ. അപ്പോൾ ദേശീയപാത 66 നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് അത്യാവശ്യം നല്ല ഗതാഗതക്കുരുക്ക് തന്നെയാണ് കോട്ടപ്പുറം പാലത്തും അതുപോലെ തന്നെ മുത്തക്കുന്നം പാലത്തിലും. ഇപ്പോൾ ഇവിടെ സെഗ്മെന്റൽ ബോക്സ് ഗാർഡർ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നോക്കിയാൽ നിങ്ങൾ 3 സെഗ്മെന്റൽ ഗാർഡർ അതിങ്ങനെ ലോഞ്ച് ചെയ്യാണ്, പിന്നെ ഫുള്ളായിട്ടാണ് കണക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേമാതിരി ഇങ്ങനെ ഓരോന്നിങ്ങനെ ഘട്ടം ഘട്ടമായി ചെയ്തു വരാൻ 18 സെഗ്മെന്റൽ ബോക്സ് ഗാർഡറാണ് 2 തൂണുകളുടെ ഇടയിലുള്ളത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഒരു വലിയ പ്രൊജക്റ്റ് തന്നെയാണ് ഇതൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് കാണാൻ പലർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ നിർമ്മാണം നടക്കുന്ന പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് ഒരിക്കലും നിങ്ങൾ കയറരുത് കേട്ടോ. അത്രയും റെസ്ട്രിക്റ്റഡ് ഏരിയ ആണിത്. സംഭവം ഇങ്ങനത്തെ ഒരു നിർമ്മാണം നമ്മുടെ കേരളത്തിൽ ആദ്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും കാണാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടൊക്കെ നോക്കാൻ നിൽക്കരുതും, പക്ഷെ ഒരിക്കലും കയറരുത് കേട്ടോ. കാരണം ഇതിൻ്റെ അടുത്ത ആരോ അതിൻ്റെ മുകൾ ഭാഗത്ത് കയറിയിട്ട് വലിയ ഇഷ്യൂ ഒക്കെ ആയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പെരിയാറിന് ഏകദേശം 3/4 ഭാഗത്തോളം ഈ പാലം കവർ ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൈഡിലൊന്നും കൈവരികളില്ല. ആകെ കൈവരികളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഴീക്കോട് ഭാഗത്ത് മാത്രമേ കൈവരികളുള്ളൂ. കുറച്ച് ഭാഗം നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് 2 ഭാഗത്തും അതിനോടനുബന്ധിച്ചുള്ള സ്റ്റീല് എന്ന് വെച്ചാൽ കമ്പികൾ മാത്രമേ സ്ഥാപിച്ചിട്ടുള്ളൂ. കോൺക്രീറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഇനി കുറച്ച് മാസങ്ങൾ നിങ്ങൾ കാത്തിരുന്നാൽ മതി, ഇതിൻ്റെ മുകൾ ഭാഗത്തൂടെ നമുക്ക് പൂർണ്ണമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഇനി കുറച്ച് ഭാഗത്തിൽ വർക്ക് നടക്കാനുള്ളൂ. അതുപോലെ തന്നെ പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ പാലം തുറന്നു കഴിഞ്ഞാലുള്ള മറ്റൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ പറവൂർ ബൈപ്പാസിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ദേശീയപാത 66 ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഈ പറവൂർ ടൗൺ നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല ഗതാഗതക്കുരുക്കാണ്. അപ്പോൾ എറണാകുളം ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്കും അതുപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ പോകുന്ന ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്നൊക്കെ പോകുന്ന ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരെ ഈ പാലം തുറന്നു കഴിഞ്ഞാൽ അഴീക്കോട് ഭാഗം വന്നിട്ട് അഴീക്കോട് മുനമ്പം പാലം കവർ ചെയ്ത് മുനമ്പത്തെത്തിയിട്ട് പിന്നീട് നിങ്ങൾക്ക് ചെറായി ഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്നത്. അതേമാതിരി തന്നെ ചെറായിൽ നിന്നും നേരെ നിങ്ങൾക്ക് ഇത് കവർ ചെയ്ത് പോരാൻ സാധിക്കുന്നതാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പറവൂർ ടൗണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കോട്ടപ്പുറം പാലും മുത്തക്കുന്നം പാലും അപ്പുറത്തുണ്ട് കേട്ടോ. പണികൾ പൂർത്തിയാക്കിയാൽ പിന്നെ ഇതിലൂടെ പോകേണ്ട ആവശ്യമില്ല, നേരെ ദേശീയപാത 66 കൂടെ സഞ്ചരിക്കാൻ പറ്റുന്നതാണ്. എന്തായാലും തീരദേശപാതയുടെ പണികൾ എവിടെയും പൂർത്തീകരിച്ചിടുന്നില്ല, കുറച്ച് ഭാഗത്ത് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇതിൽ വരുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീരദേശപാതയിൽ ടോൾ ഉണ്ടാവുമോ എന്നുള്ളത്. അപ്പം നിലവിൽ അതിനെക്കുറിച്ചൊന്നും അറിയിപ്പില്ല. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേശീയപാത 66 കടന്നു പോകുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ തീരദേശപാത കടന്നു പോകുന്നതും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ്. പക്ഷെ രണ്ടിലത്തെയും ഡ്രൈവ് നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഈ തീരദേശപാതയിൽ കൂടെ പോകുന്ന സമയത്ത് അറബിക്കടലിനോട് ചേർന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇഷ്ടം പോലെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ നമുക്ക് ഇതിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളത്തിൽ എത്ര റോഡുകളുടെ വികസനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഒരു ഭാഗം അറബിക്കടലിനോട് ചേർന്നിട്ട് തീരദേശപാത, മറുഭാഗത്ത് മലയോര ഹൈവേ, അതുപോലെ തന്നെ കേരളത്തിൻ്റെ സെൻട്രൽ കൂടെ നമ്മളെ നാഷണൽ ഹൈവേ 66, പിന്നെ പല പല ഗ്രീൻഫീൽഡ് ഹൈവേകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള റോഡുകളും അതുപോലെ തന്നെ പാലങ്ങളും വരുമ്പോഴാണ് ദൂരം എന്നുള്ളൊരു വാക്ക് നമുക്കില്ലാതെ കേട്ടോ. കാരണം നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അഴീക്കോട് മുനമ്പം പാലത്തിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. പുതിയൊരു പുത്തൻ വീഡിയോ വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.